തന്റെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള കൊള്ളരുതായ്മകൾ എനിക്കോ എന്റെ സ്റ്റാഫുകൾക്കോ ഉണ്ടായി എന്ന് കേട്ടാൽ താൻ പിന്നെ ഈ കളക്ട്രേറ്റിൽ ഉണ്ടാവില്ല. പറഞ്ഞില്ലാന്ന് വേണ്ട. മാഡം, ഇനി മാഡം എന്നെ വിളിച്ച് ഇങ്ങനൊന്നും പറയേണ്ട അവസ്ഥ ഞാനായിട്ട് ഉണ്ടാക്കില്ല. ഉറപ്പ്. ഉണ്ടാക്കിയില്ലെങ്കിൽ തനിക്ക് കൊള്ളാം. എത്ര അടി കൊണ്ടാലും എനിക്ക് പണി നിർത്താൻ പറ്റില്ല. രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയിട്ടുള്ളതാ. എങ്കിൽ പിന്നെ ആ രക്തം നമുക്കങ്ങ് ഒഴുക്കി കളഞ്ഞാലോടാ. ഓ അയ്യോ, സിമ്പിളാടാ. ഏതെങ്കിലും ഒരു വെയിൻ അങ്ങ് മുറിച്ചാ മതി. അയ്യോ, ഒന്നും ചെയ്തു പോയ തെറ്റുകൾക്ക് മനസ്താപമായി യൂട്യൂബർ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്തു. മറ്റു യൂട്യൂബർമാർക്ക് ഒരു വാർത്തയായിക്കോട്ടെ. നീ മൂലം കുറച്ച് ലൈക്കും കമന്റും ഷെയറും ഒക്കെ കിട്ടട്ടെ. നീയായിട്ട് നിന്റെ സഹപ്രവർത്തകർക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ? ഛേദമില്ലാത്തൊരു ഉപകാരം. എന്നെ ഇനി ഒന്നും ചെയ്യരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞങ്ങൾക്കുണ്ടായ മാനക്കേടോ? എന്റെ കാര്യം പോട്ടെ, എന്റെ ഒപ്പം നീ നാണം കെടുത്തിയത് ആരെയാ? നമ്മുടെ ജില്ലാ കളക്ടറെ. അത്രയും ഒരു ഉയർന്ന പദവിയിലിരിക്കുന്ന ആളെ കുറിച്ച് ഇത്രയും തരംതാണ രീതിയിൽ വീഡിയോ ഇടുമ്പോ നിനക്ക് എന്താടാ കിട്ടുന്നേ? ആത്മസംതൃപ്തി അതോ പക വീട്ടിയെന്നുള്ള ചാരിതാർത്ഥ്യോ? നിനക്കപ്പ കിട്ടിയത് എന്താന്നോ അതിന്ന് മറ്റുള്ള സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സിന് കിട്ടാൻ പോവാ. അത് നീ തന്നെ ഷൂട്ട് ചെയ്യാൻ വേണം കേട്ടോ. ചെയ്യില്ലടാന്നോ ചോദിച്ചേ? ചെയ്യാം. എന്നാ നിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ എടുത്തോ. എടുക്കണം, ഓണാക്കടാ. എന്നിട്ട് പിടിക്ക, അങ്ങോട്ട് പൊക്കി പിടിക്കടാ. ഒന്നും പൊക്കി പിടിക്കടാ. ഒരു കാര്യമില്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ക്യാമറയും കൊണ്ടുവന്ന് അവരെ തേജോവധം ചെയ്യുന്ന എല്ലാ യൂട്യൂബർമാർക്കും ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഇത് നിങ്ങൾക്കറിയാവുന്നതും അടുത്ത് പരിചയമുള്ള സഹപ്രവർത്തകനുമാണ്. ഇവൻ സമ്മാനിച്ച വലിയൊരു നാണക്കേടിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു വരുന്നതേയുള്ളൂ ഞാൻ. എന്നെയും എനിക്ക് പരിചയമുള്ളൊരു സ്ത്രീയെയും ചേർത്ത് ഇല്ലാ കഥകൾ ഉണ്ടാക്കുന്നതായിരുന്നു നിങ്ങളുടെ ഈ സഹപ്രവർത്തകന്റെ പ്രധാന വിനോദം. ആ വിനോദം ഇവന്റെ ഞരമ്പിനേറ്റ ബലക്ഷയം കൊണ്ടുണ്ടായതാണെന്ന് ഇവൻ പറയുന്നേ. അതിന് ഞാനൊരു മരുന്ന് കരുതിയിട്ടുണ്ട്. ഇവന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ അത് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുക. ഇതേപോലെ ബലക്ഷയമുള്ളവർ വന്നാ ഞാൻ ഈ മരുന്നങ്ങ് തരുന്നതായിരിക്കും. പൊക്കി പിടിക്കടാ. കരിയോയില. അയ്യോ, ഇത് പൊക്കി പിടിക്കടാ. എടാ പൊക്കി പിടിക്കാൻ. എല്ലാവരെയും കരിവാരിത്തേക്കലാണല്ലോ ഇവന്റെ പ്രധാന ഹോബി. അപ്പോ അതൊന്ന് സ്വയം അനുഭവിക്കട്ടെ എന്ന് ഞാനങ്ങ് കരുതി. അപ്പൊ എല്ലാവരുടെ അനുഗ്രഹത്തോടെ ഞാൻ ആ കർമ്മം അങ്ങ് നിർവഹിക്കുക. ലൈക്കും ഷെയറും കമന്റും ഒക്കെ കൊടുത്തേക്കണേ പ്ലീസ് പ്ലീസ്. ഞാനിത് ഒഴിച്ചു തീരുന്നത് വരെ നീ ഫോണങ്ങാണം മാറ്റിയ പിന്നെ നീ ഉണ്ടാവില്ല. അറിയാലോ നിനക്കെന്നെ. പച്ചയ്ക്ക് കത്തിച്ചു കളയ ഞാൻ. പ്ലീസ് എന്നെ പിടിക്കടാ. ഞാൻ പറയുന്നില്ല. നിന്നെ വിളിച്ച് ചവിട്ടി കൂട്ടി ഞാൻ. പിടിക്കടാ, പോകണം അങ്ങോട്ടോ. അവന്റെ ഒരു ഇത് നിന്റെ ചാനലിൽ നിന്നെ കൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യിച്ചിട്ട് ഞാൻ ഇന്ന് ഇവിടുന്ന് പോകൂ. അവിഹിതം വിറ്റ് കാശാക്കാൻ വേണ്ടി മൊബൈൽ ക്യാമറയും കൊണ്ട് നടക്കുന്ന സകല പേക്കോമരങ്ങൾക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. റീച്ച് കിട്ടാൻ വേണ്ടിയല്ലേ നീയൊക്കെ ആടിനെ പട്ടിയാക്കുന്നതും പട്ടിയെ കോഴിയാക്കുന്നതൊക്കെ. ഈ വീഡിയോ നല്ല റീച്ചായിരിക്കും. മൊത്തത്തില് നല്ല റീച്ച്. അപ്ലോഡ് ചെയ്യടാ. അപ്ലോഡ് ചെയ്യടാ. ഇനി നീ മറ്റു
മറ്റൊരു പേരിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. ഞാൻ ചാർത്തി തരുന്ന പേരില്. എന്റെ ഈ മുഖം നീ ഒന്ന് ഓർത്തു വെച്ചോ. ശിവൻ. ഇത് ശിവോഹം, 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 ശിവോഹം. ഇത്രയും കാര്യങ്ങൾ ഒപ്പിച്ചെടുക്കാനേ ജോണിന് എത്ര രൂപ ചെലവായി? നിങ്ങൾ ഓരോ തവണയും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒപ്പിച്ച് അടി വാങ്ങിക്കുന്നതല്ലാതെ വേറെ എന്ത് സാറ്റിസ്ഫാക്ഷനാ നിങ്ങൾക്ക് ഇതിന്ന് കിട്ടുന്നത്? മഹാഭാരതത്തില് പാഞ്ചാലിക്ക് ഒരു അക്ഷയപാത്രം കിട്ടിയിട്ടുണ്ട്. വിഭവസമൃദ്ധമായ സദ്യക്ക് ഒട്ടും മുട്ടുവരാത്ത ഒരു അത്ഭുത പാത്രം. അതുപോലെ എന്തെങ്കിലും ജോണിന്റെ കൈവശം ഉണ്ടോ? ഈ കുബുദ്ധി ഇത്രമാത്രം എടുത്തങ്ങ് പ്രയോഗിക്കുന്നത് കൊണ്ട് ചോദിച്ചതാ. മാഡം, സംഭവിച്ചു പോയി, മാപ്പാക്കണം. എല്ലാ തവണയും പറയുന്ന പോലെയല്ല, ഇത്തവണത്തേക്ക് മാത്രം. മാഡം എന്റെ പേരിൽ ആക്ഷൻ എടുത്താൽ എനിക്ക് പിന്നെ കളക്ടറേറ്റിലേക്ക് കയറാൻ പറ്റില്ല. എന്തിനാടോ താനൊക്കെ ഇതിനകത്തേക്ക് കേറുന്നേ? ജനങ്ങളെ സേവിക്കാനായി സർക്കാർ നിയോഗിച്ചിരിക്കുന്ന താനൊക്കെ ഈ കാലയളവ് വരെ ആർക്കെങ്കിലും ഗുണം ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ഈ കുതികാൽ വെട്ടും ചതിയും ഒക്കെ കഴിഞ്ഞിട്ട് അതിനൊക്കെ എവിടെയാ സമയം, അല്ലേ? നന്നാവാൻ പറയുന്നില്ല, അങ്ങനെ പറഞ്ഞു പറഞ്ഞ് എന്റെ നാവിന് വരെ തഴമ്പ് വെച്ചു. കഷ്ടം. ഇനി ജോണേ, തന്റെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള കൊള്ളരുതായ്മകൾ എനിക്കോ എന്റെ സ്റ്റാഫുകൾക്കോ ഉണ്ടായി എന്ന് കേട്ടാൽ താൻ പിന്നെ ഈ കളക്ട്രേറ്റിൽ ഉണ്ടാവില്ല. പറഞ്ഞില്ലാന്ന് വേണ്ട. മാഡം, ഇനി മാഡം എന്നെ വിളിച്ച് ഇങ്ങനൊന്നും പറയേണ്ട അവസ്ഥ ഞാനായിട്ട് ഉണ്ടാക്കില്ല, ഉറപ്പ്. ഉണ്ടാക്കിയില്ലെങ്കിൽ തനിക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ അവസാന കാലത്ത് സർക്കാർ പെൻഷൻ വാങ്ങി വീട്ടിലിരുന്ന് കഴിക്കാൻ പറ്റില്ല. ദേ, ഇനി എന്റെ ഭാഗത്തു നിന്നും ഒരു പറച്ചിലുണ്ടാവില്ല, അതോർത്താ നന്ന്. ആ പിന്നെ മലയാളത്തിലൊരു ചൊല്ലുണ്ട് ജോണേ, ജാത്യാലുള്ളത് തൂത്താ പോവില്ലെന്ന്. ജോണിന്റെ കാര്യത്തിൽ അത് അങ്ങനെയല്ലാന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ജോണിനുണ്ട്. ഒന്ന് ശ്രമിച്ചു നോക്ക്, നന്നാവുമെങ്കിൽ നന്നാവട്ടെ. ഹലോ. ഓ, അങ്ങനെയാണോ? ശരി, ഞാൻ എന്താ വരുന്നു. എന്നാ പിന്നെ മാഡം ഞാൻ അങ്ങോട്ട്. ജോണിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലെങ്കിൽ നമുക്കൊന്ന് ജവഹർ കോളനി വരെ ഒന്ന് പോയാലോ?